എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. ഓർമ്മകളിൽ ഭീതിയുടെ തിരയടിയുമായി മറ്റൊരു ഡിസംബർ 26 കൂടി വരവായി. തീരത്തെ വിറപ്പിച്ച സുനാമിക്ക് 20 വയസ്സ്. 2004 ഡിസംബർ 26-നായിരുന്നു ആ ദിവസം. ക്രിസ്തുമസ് കേക്കിന്റെ രുചി നാവിൽ നിന്നും മായും മുൻപേയാണ് സുനാമി ആഞ്ഞടിച്ചത്. തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളിൽ വൻ നാശനഷ്ടം വിതച്ച സുനാമി കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ തീരത്തും അപകടത്തിര ഉയർത്തി. അഴീക്കോട് അഴിമുഖത്തോട് ചേർന്നുള്ള കാഞ്ഞിരപ്പുഴയോരമായ പൂച്ചക്കടവിലാണ് സുനാമി ആദ്യം കരകയറിയത്. തുടർന്ന് കൂറ്റൻ തിരമാലകളും തീരം കവർന്നു. പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതായി നാട്ടുകാർ സംശയം പറയുന്നതിനിടയിൽ തന്നെ കടൽവെള്ളം പുഴ വഴി കയറി വന്നു. നിമിഷ നേരം കൊണ്ട് പുഴ കരകവിഞ്ഞൊഴുകി. നിമിഷ നേരം കൊണ്ട് പ്രദേശം വെള്ളത്തിലായി. വീടുകൾ, റോഡുകൾ, ആരാധനാലയങ്ങളെല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ടു. ശാന്തത കൈവിട്ട തീരത്ത് ഭീതിയുടെ തിരമാലയുയർന്നു. കടപ്പുറത്ത് പോലീസിന്റെ അപകട സൂചനാ മുന്നറിയിപ്പ്. തീരം രക്ഷ തേടി കിഴക്കോട്ട് വാഞ്ഞു. സുനാമി വന്നെന്നു കേട്ട ചില നാട്ടുകാരാകട്ടെ ഉത്സവം കാണാനെന്ന വണ്ണം കടപ്പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. ഒടുവിൽ രക്ഷയില്ലാതെ പോലീസ് റോഡ് അടച്ചു. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പോലീസും ചേർന്ന തീരദേശവാസികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ആലപ്പാട് ഉൾപ്പെടെ കേരളത്തിനകത്തും പുറത്തുമായി 100 കണക്കിന് മനുഷ്യജീവനുകൾ നഷ്ടമായപ്പോൾ ഭാഗ്യത്തിന് അഴീക്കോട് കടപ്പുറത്ത് ജീവനെടുക്കാതെ കടൽ കരുണ കാട്ടി. 2004 സുനാമി ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കിയൊരു പ്രദേശമാണ് നമ്മളെ അഴീക്കോട്. കാരണം ഒരു പെട്ടെന്ന് കടലങ്ങ് പിൻവലിയാണ്. 100 കണക്കിന് മീറ്ററോളം കടൽ പിൻവലിഞ്ഞപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ഇവിടെ തീരദേശത്തുള്ള ആളുകൾക്കും ഒക്കെ തന്നെ ഭയമുണ്ടായിരുന്നു. കാരണം ഇത് എന്തിനോ വേണ്ടിയുള്ളൊരു മുന്നൊരുക്കമാണെന്ന് ആ പ്രദേശത്തുകാർ മനസ്സിലാക്കിയിരുന്നു. അതേസമയത്ത് തന്നെ നിരവധി യാനങ്ങളൊക്കെ തന്നെ കടലിലും തീരദേശത്തെ പുഴയിലുമായിട്ടൊക്കെ കെട്ടിയിട്ടിരുന്നു. പിന്നെ ഒരു 10-45 മിനിറ്റിനകം ആഞ്ഞടിച്ചു കൊണ്ടുവരുന്ന തിരമാലകൾ, മീറ്ററുകളോളം പൊന്തിയുള്ള തിരമാല, അതുപോലൊരു തിരമാല ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തിൽ അതിനു മുമ്പോ അതിനുശേഷമോ ഉണ്ടായിട്ടില്ല. ആ രീതിയിൽ ആർത്തലച്ച് വരുന്ന കടൽ ഇവിടെ ഉണ്ടായിരുന്ന യാനങ്ങളൊക്കെ തന്നെ തവിട് പൊടിയാക്കുന്ന രീതിയിലാണ്. 100 കണക്കിന് യാനങ്ങളാണ് അന്ന് ഇത് വെച്ച് ഒരു ജീവൻ നഷ്ടപ്പെടാത്ത രീതിയിലുള്ള. കാരണം ആ സമയം മത്സ്യബന്ധനയാനങ്ങൾ മത്സ്യബന്ധനത്തിന് നേരത്തെ ഇതുകൊണ്ട് പോയിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മരണങ്ങൾ സംഭവിച്ചില്ല എന്നൊഴിച്ചാൽ വലിയ അപകടങ്ങൾ ഈ വഞ്ചി മാറ്റിക്കെട്ടുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ തന്നെ വലിയ അപകടത്തിലേക്കും ഒരുപാട് യാനങ്ങൾ പൊളിഞ്ഞു പോകുന്ന രീതിയിലേക്കും പോയിരുന്നു. ഇത് ഇന്നും ഇത്രയും വർഷം 2004 നടന്ന സംഭവം ഇന്നും മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലും തീരദേശത്തെ ആളുകളുടെ ഇടയിലുമൊക്കെ തന്നെ ഭീതി പുലർത്തുന്ന ഒരു സ്ഥിതിയാണ് ഇന്നും നിലനിൽക്കുന്നത്. അതിനുശേഷം വന്ന ഓക്കി പോലും അത്ര ഭയാനകമായിരുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. 2004 ഡിസംബർ 26-ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളും കൂടി ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ മനക്കൽ വാർഡിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുന്നു, ഇങ്ങനെ ഇവിടെ സുനാമി കയറുന്നുണ്ട്, നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുകയും ഞങ്ങൾ ആ സമയത്ത് തന്നെ അന്ന് ഫെറി ഒക്കെ പെട്ടെന്ന് എങ്കിലും ഞങ്ങൾ വേറൊരു വഴിക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. അവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കടലിൽ നിന്നും കിഴക്ക് വശത്ത് പുഴയിൽ നിന്നും വെള്ളം ഇങ്ങനെ ഹുങ്കാരവത്തോടു കൂടി തന്നെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വീട് ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് കൂടി ആയതുകൊണ്ട് നമ്മൾ അവിടെ വഞ്ചിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ നിന്നാണ് കിഴക്കുന്നുള്ള വെള്ളം ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറ് വശത്തു നിന്ന് കടലിൽ നിന്ന് ഉള്ള അത് ആ രീതിയിലും കയറി വരുന്നു. നമ്മളപ്പോൾ അപ്പോഴത്തേനും പല ആളുകളും പല സ്ഥലത്തു നിന്നും വിവരങ്ങൾ അറിഞ്ഞും അല്ലാത്ത രീതിയിലൊക്കെ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ഓടിയെത്തി. എല്ലാ ആളുകളും കൂടി നമ്മൾ അന്ന് ഉള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി ആളുകളെ രക്ഷിക്കാനും. ഒരു ജീവൻ നശിച്ചു പോകേണ്ട അവസ്ഥയിലായിരുന്നു. ഒരു ശിവശങ്കരൻ, എൻ്റെ അനുജൻ, ഒരു ലോഹിതാക്ഷൻ എന്ന് പറഞ്ഞ ആൾ പള്ളി ബീച്ച് മുഹിയുദ്ദീൻ പള്ളിയുടെ പരിസരത്ത് വെച്ച് പുഴയിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് പുഴയിലേക്ക് വീഴുകയും അയാളെ പെട്ടെന്ന് തന്നെ രക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ജീവൻ ഒന്നും നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല അഴീക്കോടിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മുനക്കലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരുപാട് നഷ്ടങ്ങൾ എല്ലാ വീടുകളും, ഇപ്പോൾ എൻ്റെ വീടടക്കം അവിടെ ആ പ്രദേശത്തെ മുഴുവൻ വീടുകളുടെ മുമ്പിലും ഏകദേശം മുട്ടപ്പം ചെളി വന്ന് കയറിയിട്ട് നമ്മൾക്കൊന്നും അങ്ങോട്ടും കൂടെ ഇറങ്ങാനോ അല്ലെങ്കിൽ നീങ്ങാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു.
അപ്പോഴും ഈ സന്നദ്ധ പ്രവർത്തകരും എല്ലാ ആളുകളും കൂടി ഓടിയെത്തി ആംബുലൻസുകളിലൊക്കെ എത്തിയ ആളുകളെയൊക്കെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റി പല സ്ഥലങ്ങളിലേക്കും എത്തിച്ചു. സ്കൂളുകളിലേക്കും അഞ്ചങ്ങാടി സ്കൂളടക്കമുള്ള ഒരുപാട് സ്കൂളുകളിലേക്കൊക്കെ ആളുകളെയൊക്കെ മാറ്റി നല്ല രീതിയിലുള്ള ഒരു ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളന്ന് ചെയ്തു. ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിലും സുനാമി തീരമേഖലയിലുണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധി ചെറുതായിരുന്നില്ല. വീടുകൾ തകർന്നു, വള്ളങ്ങളും വലകളും ഉൾപ്പെടെയുള്ള ജീവനോപാധികൾ നഷ്ടപ്പെട്ടു. കാർഷിക മേഖല പാടെ നശിച്ചു. സുനാമി സൃഷ്ടിച്ച നാശത്തിന്റെ പ്രളയത്തിൽ നിന്നും കരപറ്റാൻ വർഷങ്ങളേറെ വേണ്ടി വന്നു. ഇന്നും ഡിസംബർ 26 വന്നെത്തുമ്പോൾ തീരം ഭീതിയോടെ ഓർക്കുകയാണ് ആ ദിനം.